ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഈ ഒരു ദിവസം. 2 ദിവസം മുന്നേയും ഒരാഴ്ച മുന്നേയൊക്കെ ഓരോരുത്തരും അമ്പലത്തിലും പരിസരത്തും ഒക്കെ സ്ഥലം പിടിക്കുമെന്ന് അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും വെളുപ്പാങ്കാലത്താണ് എത്തിയത്. വന്ന ഉടനെ തന്നെ അടുപ്പ് പിടിച്ചു. വെള്ളം കൊണ്ടുവന്ന ശേഷം മണ്ടപ്പുറ്റിന് മാവ് നനച്ച് അതിന് കണ്ണും മൂക്കും വരയ്ക്കുക. പിന്നെ തെരളി മാവ് നന്നായിട്ട് കുഴച്ച് അത് ഇലയിൽ ചുരുട്ടി ഈർക്കിലിൽ കൊരുത്തെടുക്കുക. ഇതൊക്കെയായിരുന്നു ആദ്യത്തെ പണി. എല്ലാം ഒരുവിധം ആയ ശേഷം ഞങ്ങൾ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് എത്രത്തോളം പൊങ്കാല ഉണ്ടെന്ന് മനസ്സിലായത്. ഒരു സഹായം പോലും തിരിച്ചു പ്രതീക്ഷിക്കാതെ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് പേരെ സഹായത്തിനായി കിട്ടും. അവർക്ക് ഒറ്റ ജാതിയും ഒറ്റ മതവും ഒറ്റ രക്തബന്ധവും മാത്രമേ ഉള്ളൂ. അതിന്റെ പേരാണ് സ്നേഹം. മറ്റുള്ളവർക്ക് ഇത് ആറ്റുകാൽ പൊങ്കാലയാണെങ്കിൽ ഞങ്ങൾ തിരുവനന്തപുരംകാർക്ക് ഇത് ആറ്റോക്കോവിലെ പൊങ്കാലയാണ്. 10:15 തന്നെ അടുപ്പിൽ തീ കത്തിച്ചു. അതിനുശേഷം പിന്നെയുള്ള പൊങ്ക പോയവർക്കും നിന്നവർക്കും കാണാൻ പോയവർക്കും എല്ലാവർക്കും അറിയാം, ഒരു രക്ഷയുമില്ല. ഇന്ന് ഈ ഒരു ദിവസം ആർക്കും ജാതിയും മതവും ഒന്നും തന്നെ ഇല്ല. എല്ലാവരും ഒരുമിച്ച് ഒരു വെയിലും ചൂടും ഒന്നും തന്നെ വകവയ്ക്കാതെയാണ് ഈ പൊങ്കാല മുന്നോട്ട് പോയത്. 1:15 തന്നെ തിരുമേനി എത്തി നിവേദ്യവും കഴിപ്പിച്ചു. കാലം എത്ര തന്നെ മുന്നോട്ട് പോയാലും കൂടുന്നതല്ലാതെ ഒരു കുറവും വരാത്ത കാര്യമാണ് ആറ്റുകാൽ പൊങ്കാല. അടുത്ത വർഷവും ഇതുപോലെ തന്നെ വന്ന് പൊങ്കാല ഇടാൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിൽ അടുത്ത വീടുകളിൽ കൊടുക്കാനുള്ള പൊങ്കാലത്തിന്റെ പ്രസാദത്തിന്റെ കണക്കുകൂട്ടലുകളുമായി ഇത്തവണത്തെ ആറ്റോക്കോവിലെ പൊങ്കാലയും കഴിഞ്ഞു.